വർക്കലയിലേക്ക് പോവുകയാണ്. അപ്പോഴാണ്ട് പരവൂര് റൂട്ടിൽ കണ്ട ഒരു മനോഹരമായിട്ടൊരു ബീച്ചിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചേർന്നിരിക്കുന്നത് കാപ്പിൽ ബീച്ചിന്റെ കരയിലാണ്. പറവൂരിൽ നിന്ന് വർക്കലയിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടില്, കൊല്ലത്തുനിന്ന് വർക്കല പോകുന്ന കടൽ തീരത്തോടുള്ള റൂട്ടില് നമ്മൾ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള ബീച്ചാണ് കാപ്പിൽ ബീച്ച്. നമ്മൾ കാപ്പിലെ ബീച്ചിന്റെ സൈഡിലെത്തിയിരിക്കുകയാണ്. അത് ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് തിരുവനന്തപുരം PWD ഡിവിഷന്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്. ഇതാണ് കാപ്പിൽ ബീച്ചിന്റെ വൈകുന്നേരത്തെ മനോഹരമായിട്ടുള്ള കാഴ്ച. അടിപൊളി വൈബാണ്. ബീച്ചിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിർത്തിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊന്ന് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചോളൂ. നിർത്തുകയാണ് വണ്ടി. ബീച്ചിന്റെ സൈഡാണിത്. ഇതാ കാണുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. ഇതാ റോഡ് ഇങ്ങനെ പോവുകയാണ്. രസകരമായിട്ടുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഈ സൈഡ് കണ്ട, ഈ സൈഡ് കായലാണ്. കായലിന്റെ തന്നെ അങ്ങേ എൻ്റെ കൂടെ ഒക്കെ ട്രെയിനെല്ലാം പോകുന്നുണ്ട്. റെയിൽവേ ട്രാക്കും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നിന്ന് കായലിന്റെ വ്യൂ, അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കടലിന്റെ വ്യൂ ആണുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബീച്ചാണിത്. പ്രൈവറ്റ് ബസ്സൊക്കെ വരുന്നുണ്ട്. കല്ലമ്പലം, വർക്കല പ്രൈവറ്റ് ബസ്, ചിറയൻകീഴ്, പറവൂര് പ്രൈവറ്റ് ബസ്സാണ് ഇതാ പോകുന്നത്. നമ്മള് ആ ബീച്ചിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. വൈകുന്നേരത്തെ ആ ഒരു കാഴ്ച ഭയങ്കര മനോഹരമാണ് ഇവിടുത്തെ. നമുക്ക് പോയി നോക്കാം എന്താണ് ഇവിടുത്തെ കാഴ്ചകളെന്ന്. ഇതൊക്കെ വണ്ടി ഇട്ടിട്ട് ആളുകൾ നടന്ന് ബീച്ചിലോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഏരിയയിലേക്ക് ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. വണ്ടി ഇതവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പറവൂര്, കൊല്ലം ഒക്കെ താണ്ട അങ്ങോട്ട് സ്ട്രൈറ്റ് ആണെന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. തന്നെ അവിടെ കണ്ട പരവൂര്. ഇവിടെ ജ്യൂസിന്റെ ഷോപ്പ്, മോമോ ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല രസമുണ്ട്. ഈ സൈഡിലൊക്കെ കുറച്ച് ആളിലൊക്കെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും നോക്കാം. ഈ ബീച്ചിനെ പറയുന്ന പേര് തെക്കും ഭാഗം ബീച്ച് എന്നാണ്. തെക്കും ഭാഗം ബീച്ച് ഹരിത വിനോദസഞ്ചാര കേന്ദ്രം എന്നൊക്കെ പറഞ്ഞിവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, നന്നായിട്ടുള്ളത്. നല്ല അടിപൊളി ബീച്ചാണ്. പക്ഷേ നമ്മൾ അവിടെ നേരത്തെ കണ്ട ബീച്ച് പോലെ നമുക്ക് നേരെ ഇങ്ങനെ ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു ചില സമയത്തൊക്കെ വേലിയേറ്റവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പാറകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളം കയറി വരാതിരിക്കാൻ വേണ്ടി. നേരത്തെയൊക്കെ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ അതിൻ്റെ പേരെന്താ, ഈ വടിയെല്ലാം വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പം അതെല്ലാം ഇല്ല, കാണാനില്ല. പക്ഷെ ആളുകളൊക്കെ അതൊക്കെ കവർ ചെയ്ത് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതാണ് അതിൻ്റെ സൈഡിൽ നിന്നുള്ള കാഴ്ച. ഉണ്ടോ, നേരെ ഒരു പള്ളിയൊക്കെ കാണാം സ്ട്രൈറ്റ് ആയിട്ട്. കണ്ടോ, നല്ലൊരു വ്യൂ ആണ്. സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ബീച്ചിൻ്റെ വെളിയിൽ നിന്നുള്ള കാഴ്ചകൾ. നമുക്ക് കാണുന്ന കാഴ്ചകൾ ഇതാണ്. എന്താ മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചത്. ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ കായലുണ്ട്. അവിടെ പോയി നോക്കാം. താഴെ എത്തിയപ്പോൾ ഇവിടെ ഒരു വള്ളം, പഴയൊരു വള്ളത്തിൻ്റെ ഒരു മോഡൽ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊരു കെട്ടിടമൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ്, സ്വിമ്മിങ് പൂളോ എന്തോ ഒരു സാധനം ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ നടന്ന് ഈ കായലിൻ്റെ കരയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ആ റോഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന വഴിയില്ലേ, അത് നടന്ന് നേരെ താഴെ എത്തി. ഇതാണ് കായലിൻ്റെ കര കേട്ടോ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. അടിപൊളി വൈബുള്ള സ്ഥലം ഉണ്ടോ. അവിടെയൊന്നും അത്ര താഴ്ചയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അത്ര താഴ്ചയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവിടെയാണ് നമ്മൾ ഇറങ്ങി വന്ന കടലിൻ്റെ ഭാഗം. ഇത് കായലുമാണ് കേട്ടോ. അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത്. നമ്മളിങ്ങനെ പോകുമ്പോഴേ ഇതിൻ്റെ കാഴ്ച നല്ല അടിപൊളിയാണ്. എന്തോ ഒരു സംഭവമൊക്കെ ചെയ്തതായിരുന്നു കേട്ടോ. അതെല്ലാം പൊളിഞ്ഞു പോയി. എന്താണെന്നൊരു പിടിയില്ല. എന്തോ ഒരു സംഭവം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് ഇത്. കായലിൻ്റെ കാഴ്ച.
നേരത്തെ കണ്ട റെയിൽവേ ലൈൻ കണ്ടോ, ആ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ റെയിൽവേ ലൈൻ പോകുന്നുണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ, ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണെന്ന് തോന്നുന്നു. അവിടെ ഫോട്ടോഷൂട്ടൊക്കെ പയ്യന്മാരുടെ നടക്കുന്നത്, അതിൻ്റെ ഓണാണ് കേൾക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ ടൂറിസ്റ്റിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങുമെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, നല്ലൊരു സ്ഥലമാണ്. ഇവിടുന്ന് ഇറങ്ങി വരാൻ പാടാണ്. ഇവിടെ നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ ആ രണ്ടിൻ്റെയും ഇടയിലൂടെയുള്ള ഒരു മിഡിൽ പോർഷനല്ലേ നമ്മുടെ റോഡ്, ഇവിടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കായലും റൈറ്റ് സൈഡിലായിട്ട് കടലും. ജ്യൂസി വൈബിൻ്റെ ഒരു ഏരിയയിലൂടെ നടക്കുക. പയ്യന്മാരെന്താ ഫോട്ടോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഓണാണ് കാണുന്നത്. ഇവിടെ സ്ട്രൈറ്റ് കാണാം, വണ്ടി പോകുന്നൊരു ഏരിയ ഉണ്ട്. അവിടെ കുറേ പൈൻ മരങ്ങളും അവിടെ കടലിങ്ങനെ അവിടെ ഒരു ഈ വെള്ളം ചെന്ന് അതിലേക്ക് ജോയിൻ ചെയ്യുന്ന, ഈ കായലിലെ കടലുമായിട്ട് ജോയിൻ ചെയ്യുന്നൊരു ഏരിയയൊക്കെ, അത് നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ പോകുന്നില്ല, രാത്രിയായുണ്ട്. ഇതാണ് ഇവിടുത്തെ നേരെ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ സ്ട്രൈറ്റ് ആയിട്ട് കാണുന്നത്. അവിടെ കുറേ വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ ഹബ്ബൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് കുറേ തരത്തിലുള്ള വാട്ടർ ആക്ടിവിറ്റീസ് ഈ എസ്പെഷ്യലി ഈ പറയുന്ന കായൽ ഏരിയയിലൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചൊരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് തിരിയുന്നൊരു പാലമൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ടാണ് ആ വാട്ടർ ആക്ടിവിറ്റി. അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെയാണ് വണ്ടിയൊക്കെ പോകുന്നത്. എന്തായാലും നമ്മൾ ഇതാണ്ട് കടലിലെ കരയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ അവിടെ നിന്ന് മുന്നോട്ടേക്ക് യാത്ര വണ്ടി കയറി തുടർന്നു. മുന്നോട്ടേക്ക് തന്നെ പോവാണ്. ഇതാണ് അങ്ങോട്ടേക്കുള്ള ഫ്രണ്ടിലോട്ടുള്ള കാഴ്ച. പ്രൈവറ്റ് ബസ് ഒരെണ്ണം ബാക്കിൽ കിടന്ന് ഹോൺ അടിക്കുന്നുണ്ട്. അവരെ ഞാൻ കയറ്റി വിട്ടേക്കാം. ചെറിയൻകീഴ് കൊല്ലം പ്രൈവറ്റ് ബസ്സാണത്. അവർ പോട്ടെ, നമുക്ക് ധൃതിയൊന്നുമില്ല. ഇതാണ് കാപ്പിൽ ബീച്ചിലെ നിന്നുള്ള കാഴ്ചകൾ. കാപ്പിൽ ഇടവ ബീച്ചാണത്. നല്ല അടിപൊളി കാഴ്ചയാണ്. അത് ആളുകൾ പോകുന്ന സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അവിടെ കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ, സംഭവങ്ങളായ രീതിയിൽ. ഇവിടെയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ സ്ഥലത്താണ് കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് അങ്ങ് സ്ട്രൈറ്റ് ആയിട്ട് ദൂരെ കാണുന്ന ആ ഒരു ഏരിയയിലാണ് ആളുകൾക്ക് പോയി നിന്ന് കടലിൽ കായലുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു പൊഴിയുടെ ഒരു ഏരിയ. നല്ല ഭംഗിയുണ്ട്. കാക്ക എല്ലാം കൂടെ വരുന്നത്, കാക്കയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇതാക്കിയിരിക്കുന്ന ഒരു കാഴ്ച നല്ല രസമൊക്കെ കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ ബീച്ചിൻ്റെ കാഴ്ചകളുടെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി.